വെൽക്കം ടു ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എണീറ്റു കാപ്പിയൊക്കെ ഉണ്ടാക്കി. കാപ്പിക്ക് വേറെ ഒന്നുമല്ലായിരുന്നു, അപ്പവും കിഴങ്ങ് കറിയായിരുന്നു. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കി വെച്ച്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസമായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ മഞ്ഞ് കാണാനായിട്ട് വയലിലോട്ട് പോയി നിന്ന്. നമ്മൾ താമസിക്കുന്ന വീടെന്ന് വെച്ചാൽ വയൽ പ്രദേശമാണ്. അപ്പം വയൽ പ്രദേശം ആയതുകൊണ്ട് നല്ല മഞ്ഞായിരുന്നു ഇന്ന്. അങ്ങനെ രാവിലെ മഞ്ഞ് കാണാനായിട്ട് കുറേ നേരം അവിടെയൊക്കെ പോയി നിന്ന് കുറേ നേരം കണ്ട്. നല്ല ഭംഗിയായിരുന്നു മഞ്ഞ് കാണാൻ തന്നെ. മഞ്ഞും സൂര്യൻ ഉദിച്ച് വരണതും അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ രാവിലെ തന്നെ അരിയടുപ്പിട്ട് രാവിലെ വേവപ്പൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ചോറും വെച്ച് പിന്നെ ഒരു ചെറിയ മുട്ടക്കോസ് ഉണ്ടായിരുന്നു. മുട്ടക്കോസിൻ്റെ പാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. 2 സവാളയും 2 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് വിഴുക്കായിട്ട് വെച്ചു. അത് വയ്ക്കാമെന്ന് വിചാരിച്ച് അത് അരിഞ്ഞ് അടുപ്പിലാക്കി വെച്ച്. ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു കരുവാടുണ്ടെങ്കിൽ കരുവാട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് കടയിൽ ചെന്നപ്പം നെത്തോലി കരുവാടുണ്ടായിരുന്നു. അപ്പം നെത്തോലി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ച് അതും വാങ്ങിക്കൊണ്ട് വന്നു. അങ്ങനെ കരുവാടിനെ നമ്മളൊന്ന് ചൂടാക്കി ആണ് ചമ്മന്തി അരയ്ക്കുന്നത്. നെത്തോലി ചമ്മന്തി അരയ്ക്കുന്നത് സാധാരണ അങ്ങനെയാണ് എല്ലാവരും അരയ്ക്കുന്നത്. അങ്ങനെ അതൊന്ന് ചൂടാക്കണ സമയം കൊണ്ട് ചമ്മന്തിക്ക് വേണ്ട തേങ്ങയും കൊച്ചുള്ളിയും പിന്നെ ചമ്മന്തിക്കായിട്ട് അരച്ചെടുത്ത ശേഷം അങ്ങനെ നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരിയും റെഡിയാക്കി. ഉപ്പേരി എന്ന് വെച്ചാൽ വിഴുക്ക്, നമ്മൾ വിഴുക്കെന്നും പറയും, ചിലർ ഉപ്പേരി എന്നും പറയും. അങ്ങനെ വിഴുക്കും റെഡിയാക്കി വെച്ച ശേഷം ഒരു പ്ലേറ്റിലാണെങ്കിൽ ചൂട് ചോറും നെത്തോലി ചമ്മന്തിയും പിന്നെ കുറച്ച് മുട്ടക്കോസ് വിഴുക്കും കൂടെ വെച്ച് സ്വർഗം. സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ എല്ലാവരും ചോറ് കഴിച്ചു. ഞാനും ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.